എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? അധികം മസാല കുത്തൊന്നും ഇല്ലാത്ത സുഖമായി കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബിരിയാണിയാണിത്. ഇതിനായി ഞാൻ 20 മീഡിയം സൈസിലുള്ള സോയ തിളച്ച വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പച്ചവെള്ളത്തിൽ നന്നായി കഴുകി പിഴിഞ്ഞ് വെച്ച സോയയാണിത്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പുതിനയില ഇതൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. സോയ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു പോർഷൻ, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അത് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഹോൾ സ്പൈസസും പിന്നെ ചെറുതായി കട്ട് ചെയ്ത ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കാറ്. ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തു. പെർഫെക്റ്റ് റൈസായിട്ട് കിട്ടും. ഇനി അല്പം നെയ്യ് ഒഴിച്ച് സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമുക്ക് ഈ ഉള്ളി ഫ്രൈ ചെയ്യാൻ വെക്കാം. 2 ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. നെയ്യിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം, ഗരം മസാല, കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1/4 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അത് നന്നായി തിളച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച സോയ ചങ്ക്സ്, 1 പിടി കാബേജ്, 1 പിടി ക്യാരറ്റ്, പിന്നെ 1 പിടി ഗ്രീൻ പീസ്, മല്ലിയില, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയന്ന് 1 പോർഷൻ മാറ്റി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം നമുക്ക് സാധാരണ ബിരിയാണിക്കൊക്കെ ദം ചെയ്യുന്നത് പോലെ റൈസ് ഇട്ട് പിന്നെ മല്ലിയിലയും ഗരം മസാലയും പിന്നെ ഫ്രൈഡ് ഓണിയനൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ ബിരിയാണി റെഡിയായി. ഇത് നെയ്യിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.